എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ പഴയ ഓരോ എല്ലാം നമ്മളെ കയ്യിലിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കാര്യങ്ങളെല്ലാം ഒക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ ഓരോന്നും പഴയതൊക്കെ ഉള്ളതുണ്ട് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന്. അതായത് നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ വീഡിയോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം, മൈക്കൊക്കെ അടക്കം, അതൊന്ന് നമുക്ക് കാണാം എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതാ നമ്മുടെ വയർലെസ് മൈക്ക്. നമ്മളിപ്പോൾ പറയുന്ന സമയത്തും അതുപോലെ ഇൻ്റർവ്യൂകൾ ഒക്കെ ചെയ്യാൻ എടുക്കുന്ന മൈക്ക്, ഈ ഒരു വയർലെസ് മൈക്കാണ് ഇത്. നമുക്ക് രണ്ടുപേര് ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഒരേ സമയം രണ്ട് മൈക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഒന്ന്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഇത് നമ്മളെ വയേർഡ് ആയിട്ടുള്ള മൈക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൈക്കും കണ്ടില്ലേ, നമ്മൾ സാധാരണ ഇത് വയറുള്ളതാണ്. അതാണുള്ള ഇൻ്റർവ്യൂ പോലെയൊക്കെയുള്ള എന്തെങ്കിലും ഷൂട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെയാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ദൂരെയൊക്കെ പോയി എന്തെങ്കിലും പറയുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്, ഈ വയറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇപ്പം ഈ ഒരു. പിന്നെ നമുക്ക് ക്യാമറയ്ക്ക് മുകളിൽ വെക്കുന്നതാണിത്. നമുക്ക് അങ്ങനെ അധികം ഡിസ്റ്റൻസിലല്ല, മുകളിലാകുമ്പോൾ പിന്നെ നമുക്ക് നേരെ ഡയറക്റ്റ് ഒക്കെ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണിത്. ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതിന് പകരം തന്നെ ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ നിന്ന് ഒരു ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ആ മൈക്ക് തന്നെ മതി, നല്ല ക്വാളിറ്റിയാണിത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്, നമ്മൾ ചാനൽ തുടങ്ങിയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മൈക്കുകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ രണ്ട് മൈക്കുകളും അതാണ്. നമ്മൾ ഈ ഒരു മൈക്ക് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മൈക്കിലാണ് ഇപ്പോൾ ഇതാണ് സാധാരണ ഇപ്പോൾ പറയാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പം വെച്ചാൽ ഫാൻ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും ആ കാറ്റിനൊന്നും എടുക്കില്ല. നമ്മൾ വിൻഡ് നോയ്സ് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തും കണ്ടില്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ നമുക്ക് ഈ ചൂടുകാരനാണ് അങ്ങനെ. അപ്പോൾ അത് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള, അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള മൈക്ക് കണ്ടു: വയർലെസ്, വയേർഡ്, പിന്നെ നമ്മൾ ക്യാമറയ്ക്ക് മുകളിൽ വയ്ക്കുന്ന മൈക്കും. അങ്ങനെ 3 മൈക്ക്. അപ്പോൾ നമ്മുടെ പാചക വീഡിയോസ് ഒക്കെ അടക്കം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡോറിൽ നിന്നൊക്കെ എടുക്കുമല്ലോ, ആ സമയത്ത് അതിൽ നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത് ഈ ക്യാമറയ്ക്ക്, അതായത് ക്യാമറേൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻബിൽഡ് ആയിട്ട് അതിൽ കൂടെ വരുന്ന ആ ഒരു മൈക്ക് തന്നെയാണ്, ഇന്റേണൽ ആയിട്ടുള്ള മൈക്കാണ്. നല്ല ക്വാളിറ്റിയാണിത്. നമ്മളെ പുതിയ ക്യാമറ കൂടി ആയതുകൊണ്ട് നല്ല ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഇതുപോലത്തെ മൈക്കുകളൊന്നും വേണ്ട. അതാണ് ഇപ്പോൾ മൈക്കിന്റെ ഒരു കാര്യം. ഇതാണ് നമ്മൾ ആദ്യം വാങ്ങിച്ച ട്രൈപോഡ്. അതായത് നമ്മൾ ചാനലൊക്കെ തുടങ്ങി അധികം ആയിട്ടില്ല, ഒരു 1-2 ആഴ്ചയായിട്ടുണ്ടായിരിക്കുള്ളൂ. ആ സമയത്ത് വാങ്ങിച്ചാണ് ഇപ്പോൾ ഇത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല ബ്രാൻഡഡ് ആണ് ഇത്. ഈ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതാണിത്. പിന്നെ ഒന്ന് നമുക്ക് ഇതിപ്പോൾ പുതിയത് വാങ്ങിച്ചാണ്. അതായത് പുതിയതായിട്ട് നമ്മൾ അധികമായിട്ടില്ല, കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. ഇതിപ്പോൾ ഞാൻ എന്തിനാണ് വാങ്ങിയത് വെച്ചാൽ നമുക്ക് മൊബൈൽ ഫോണിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇതൊന്ന് നോക്കാം നമുക്ക്. ഇത് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നേരെ നീട്ടി ഉപയോഗിക്കുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു ഹൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടും സാധാരണ ഹോറിസോണ്ടലായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക്
ഇതിപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇത് ക്യാമറയ്ക്കും മൊബൈലിനും രണ്ടും പറ്റിയതാണ്. ഇപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട്, നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പൊ ഇതിപ്പോ ഇത്രയും ഹൈറ്റ് ഉള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് താത്തി എടുക്കാം. അതല്ലേ നമ്മൾ 3 ട്രൈപോഡുകൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഇനിയുള്ള പിന്നെ ഇതിന്റെ നേരെ വലിയ ട്രൈപോഡാണ്. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ കൂടുതൽ ഉപയോഗിക്കില്ല. അതാണ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബസ്സിലൊന്നും അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അല്ലാതെയുള്ള കാറോ ബൈക്കൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഇത് പറ്റുള്ളൂ. അല്ലാത്ത സമയത്തേക്ക് ഞാൻ ബസ്സിനൊക്കെ ആണെങ്കിലാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഒരു കവറിലൊക്കെ ആക്കി കൊണ്ടുപോകാൻ എളുപ്പമാണ്, ബാഗിലൊക്കെ ആക്കിയിട്ട്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന വലിയ ട്രൈപോഡിന് നമുക്ക് ഇത് കണ്ടോ, നമുക്ക് ഹോൾഡർ ഉണ്ട്, ഫോൺ ഹോൾഡർ. ഇപ്പോൾ ഫോണിന് ഉപയോഗിക്കാം. നമ്മളെ വലിയ ട്രൈപോഡ്, ഈ ഒരു ട്രൈപോഡ് അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഏത് അത്യാവശ്യം പിന്നെ വെയിറ്റുള്ള ക്യാമറകളും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രൈപോഡ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് വലിയ ട്രൈപോഡിൽ കണ്ടില്ലേ, ഫോൺ വരെ നമുക്ക് വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ? സാധാരണ നമ്മളെ മെയിൻ യൂസിനൊക്കെ, അതായത് നമ്മൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചാനലിലായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കലുണ്ട്. ഇത് iPhone 15 ആണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ പ്രധാനം എന്ന് പറയുന്നത് iPhone 15 ആണ്. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് റീൽസ് എടുക്കാൻ, അതുപോലെ ഇപ്പോൾ ക്യാമറ പെർമിഷൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടായിരിക്കും. നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് ചിലപ്പോൾ പെർമിഷന്റെ ഒരു പ്രശ്നം, പിന്നെ രണ്ടാമത് ക്യാമറ എല്ലാ സ്ഥലത്തും നമുക്ക് എടുത്ത് അത് ചിത്രീകരിക്കാനുള്ള പ്രയാസങ്ങളുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് ഇത് ക്യാമറയ്ക്ക് കുറച്ചധികം ക്യാഷ് കൊടുത്ത് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചാൽ അവിടെ ക്യാമറയ്ക്ക് ക്യാഷ് ഉള്ള സ്ഥലങ്ങളുണ്ട്, പൈസ കൊടുക്കണം നമ്മൾ, ഒരു ചാർജ്. അപ്പൊ അത് ഒക്കെ വല്ലാതെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം iPhone 15 നല്ല ഫോണാണ്. ഇപ്പോൾ അത്യാവശ്യമായി ഒരു വർഷത്തിനൊക്കെ മേലെ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ സാധാരണ ഒരു M05 ഇതൊരു ബാക്കപ്പിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോണാണല്ലേ, ആ ഒരു രൂപത്തിൽ. കുറച്ച് പഴക്കമുള്ളതാണ്. ഇത് ടാബ് ഉണ്ട് സാംസങ്ങിന്റെ, അത് ഉപയോഗിക്കലുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു പവർ ബാങ്ക് ഇവിടെ ഉണ്ട്, 10,000 mAh പവർ ബാങ്ക് ഉണ്ട്. നമുക്ക് പവർ ബാങ്ക് വെച്ചാൽ നമുക്ക് പവർ ബാങ്ക് എന്തായാലും നിർബന്ധമാണ്. പിന്നെ ക്യാമറ നമുക്ക് ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത് പവറിന്റെ ആവശ്യം വരും. അങ്ങനത്തെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പവർ ബാങ്ക് എപ്പോഴും വേണം. പിന്നെ ഇപ്പോൾ കറണ്ടിന്റെ പ്രോബ്ലം ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും ഇതിൽ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ക്യാമറയിൽ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉള്ള ക്യാമറയാണ് ബാറ്ററി, എന്നാലും നമുക്കിത് കയ്യിൽ എപ്പോഴും വേണം ഒരു പവർ ബാങ്ക്. അതായത് ധൈര്യമാണ് നമുക്ക്. എന്നാൽ
പവറിന്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് ഔട്ട്ഡോറിലൊക്കെ നമ്മൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ഉത്സവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അമ്പലത്തിലെ ഉത്സവങ്ങളാവും അല്ലെങ്കിൽ അതുപോലെ ഫങ്ഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ചാർജ് പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ പെട്ടെന്ന് ചാർജ് കഴിയാം. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല. ഇതിപ്പോ നമ്മളൊരു ഫിൽറ്റർ എന്ന് പറയും, നമ്മൾ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നതാണിത്. ഈ ഫിൽറ്റർ നമ്മൾ സാധാരണ ഇങ്ങനെ വരുന്നതാണിത്. ക്യാമറേന്റെ ലെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ലൈറ്റൊക്കെ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ND ഫിൽറ്റർ എന്ന് പറയും. ക്യാമറേന്റെ നേരെ ലെൻസിന്റെ മുൻപിൽ വെക്കുന്നതാണ്. ഇതിനാണല്ലേ ലൈറ്റ് കണ്ടില്ലേ, ലൈറ്റ് വളരെ കുറച്ച് കടത്തി വിടുന്നത്, പല അളവിൽ കടത്തി വിടുന്നതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. കൂടുതൽ നമ്മൾ അങ്ങനെ പ്രൊഫഷണൽ ലെവലിലുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും ഇട്ട് അങ്ങനെ ഉപയോഗിക്കില്ല, സാധാരണ പോലെ തന്നെ ഉപയോഗിക്കും. ഇത് ഞാൻ വാങ്ങിയതാണ്, നമ്മൾ അതൊന്ന് കാണിക്കുക, അതാണ്. പിന്നെ ഇപ്പം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു കൂടുതൽ ഉപയോഗമാണിത്. അല്ലാതെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതെ നമുക്കിത് ആവശ്യമുള്ളതാണ്. നമ്മളെ ഹെഡ്സെറ്റ് ഇതൊന്നും എപ്പോഴും കയ്യിലുണ്ടായിരിക്കും. പിന്നെ വരുന്നത് നമ്മളെ ക്യാമറ, ഒരു ക്ലീനിങ് കിറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ ക്യാമറയ്ക്കും മൊബൈലിനൊക്കെ പറ്റുന്നത് ക്ലീനിങ് കിറ്റാണ്. ഇതൊക്കെ ആദ്യത്തെ ക്യാമറ വാങ്ങിയ സമയത്ത് തന്നെ ഉള്ളതാണ്. നമ്മൾ ആദ്യം നിക്കോണിന്റെ ഒരു ക്യാമറ വാങ്ങിയായിരുന്നു ഞാൻ, ആ സമയത്ത് ഉള്ളതാണ്. ഇതിപ്പോൾ എയർ അടിക്കുന്നതാണ്, ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ എയറിന്റെ ഒരു ഇത് വരും. ഇപ്പോൾ ഫോണാണെങ്കിലും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് തട്ടി കളയാം. പിന്നെ ഇപ്പം ഇതാണെങ്കിൽ എയറൊക്കെ അടിച്ച് അല്ലേ പൊടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു സംഗതി. പിന്നെ ഇപ്പോൾ ടാബിനൊക്കെ ഉള്ളൊരു ഹോൾഡറാണിത്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ടാബ് വെച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഇതിപ്പോൾ ഇവിടെ നിന്നുണ്ട് ലോക്ക് ചെയ്യാം. സിമ്പിൾ ആയിട്ടാണെങ്കിൽ ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ട്രൈപോഡ് ആണെങ്കിൽ ട്രൈപോഡിന്റെ മുകളിൽ നേരെ ടാബിനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ പലതരത്തിലുള്ള ബാഗുകൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ സാധാരണ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്, അതായത് ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാഗുകളാണ്. കണ്ടില്ലേ, ഇപ്പം ഇതിലിങ്ങനെ നമ്മൾ മെമ്മറി കാർഡുകൾ, കാർഡ് റീഡർ, അതുപോലെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ ഇത് പല പല ഇതിലായിരിക്കും. അപ്പോൾ അതൊന്ന്, ഇതൊക്കെ മറ്റ് ആക്സസറീസ് കാര്യങ്ങളിൽ ഇടാനുള്ള അതിനുള്ളതാണ് ഇതൊക്കെ. നമ്മൾ ഹെഡ്സെറ്റ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ വന്നാണിത്. ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഇതിൽ പെൻഡ്രൈവ് ഉണ്ട്. ഈ ഒരു പെൻഡ്രൈവ് നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പെൻഡ്രൈവ് ആണ്. ഇതിപ്പോൾ നമുക്ക് വെച്ചാൽ ഐഫോണിൽ ഡയറക്റ്റ് ഇത് ഫയലൊക്കെ കോപ്പി ചെയ്ത് ബാക്കപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കലുണ്ട്. പിന്നെ സാധാരണ ഞാൻ ഔട്ട്ഡോറിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന, അതായത് ഇതിൽ ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ ബാഗ്, ഇതിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട്. ഇത് നമുക്ക് സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് അതിൽ നമുക്ക് പവർ ബാങ്ക്, ട്രൈപോഡ്, ലൈറ്റ്, മൈക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടത് അതെല്ലാം കൊണ്ടുപോകാൻ പറ്റിയ ചെറിയൊരു ബാഗ്, നമുക്ക് തോളിൽ നേരിട്ട് കൊണ്ടുപോകാം. അപ്പം അത് അങ്ങനെ ഒരു ബാഗ്. പിന്നെ ഇപ്പോൾ ഒന്ന് വന്നത് പിന്നെ ഈ ഒരു ബാഗാണ്. ഇത് പിന്നെ ക്യാമറേൻ്റെ കൂടെ വരുന്നതാണ്, നമ്മുടെ സോണി ക്യാമറേൻ്റെ കൂടെ വന്നതാണ്. ഇത് ആണ് ക്യാമറ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു ബാഗാണ് കൊണ്ടുപോകുക. കമ്പ്യൂട്ടർ നമ്മൾ 2020 വാങ്ങിച്ചിട്ടുണ്ട്, 22-ലാണ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ 2020 വാങ്ങിയിട്ടുണ്ട് കമ്പ്യൂട്ടർ. അത് അതിൻ്റെ മുമ്പേ വാങ്ങിയതിലാണ്. അത് നല്ല ഹെവി എഡിറ്റിങ്ങിന് പറ്റുന്ന നല്ല പ്രൊഫഷണൽ ലെവലിലുള്ള കമ്പ്യൂട്ടറാണ്.
പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഇതാണിപ്പോൾ അതായത് ക്യാമറേൻ്റെ മുകളിൽ അതുപോലെ ഫോണിനാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ സാധാരണയുള്ള എല്ലാം, അതായത് ഔട്ട്ഡോറിലാണെങ്കിലും, ഔട്ട്ഡോറിൽ നിർദ്ദേശിക്കും നമ്മൾ ഏതെങ്കിലും റൂമിലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ, അതുപോലെ പിന്നെ ഇവിടെ വീട്ടിലുള്ള വീഡിയോസിൻ്റെ ഒക്കെ എല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല ഗൺ ലൈറ്റാണ്. ഇതൊക്കെ കുറേ ആയി അതിൻ്റെ ഇത് കണ്ടോ, പിന്നെ ഫേസിൽ നല്ല കറക്റ്റാണ്, ക്യാമറേൻ്റെ മുകളിൽ വെക്കുന്നതല്ലേ. ഇപ്പോൾ അവസാനമായിട്ട് ഇതാ നമ്മളെ മെയിൻ ആള്, പിന്നിപ്പോൾ നമുക്ക് അവസാനമായിട്ട് നമ്മളെ ക്യാമറ. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല, 2025 നവംബറിലാണ് വാങ്ങിച്ചത്. അപ്പോൾ വളരെ കുറഞ്ഞ മാസങ്ങളായിട്ടേ ഉള്ളൂ. ഇതിലാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള എല്ലാ വീഡിയോസും, ഏറെക്കുറെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് ഇതിലാണ്. വെച്ചാൽ നല്ല നല്ല ക്വാളിറ്റിയിൽ, നല്ല ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ, നല്ല പ്രൊഫഷണൽ ലെവൽ തന്നെയുള്ള വീഡിയോസ് ചിത്രീകരിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്യാമറ. പിന്നെ അത്യാവശ്യം നല്ല വിലയുള്ള ക്യാമറയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അങ്ങനെ നമ്മൾ ഇങ്ങനെ തുടങ്ങി വന്ന് ആദ്യത്തെ ക്യാമറകൾ, അങ്ങനെ പലതരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിച്ചു, അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി വീഡിയോസ് എല്ലാം എത്തിക്കുന്ന നമ്മളെ കയ്യിലുള്ള ഉപകരണങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുക. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.